എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് പുതുതായി കശുമാവ് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കർഷകർക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ്. മലയോര മേഖലയിൽ ഇപ്പോൾ കശുമാവ് കൃഷി ചെയ്യുന്നതിന് വളരെയധികം ആളുകളാണ് താല്പര്യപ്പെട്ടു വരുന്നത്. പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി ആ തോട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ന് കശുമാവ് കൃഷി ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരുന്നു. റബ്ബർ കൃഷിയിൽ നിന്നുള്ള വരുമാന കുറവാണ് കർഷകരെ അതിനെ പ്രേരിപ്പിക്കുന്നത്. മലയോര മേഖലയിൽ ഇന്ന് പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച നല്ല വിളവ് തരുന്ന ഒട്ടനവധി ബഡ് ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. കാഷ്യൂ, കിങ്, പന്നിയാമല എന്നിവ അതിൽ പ്രധാനപ്പെട്ട ഇനങ്ങളാണ്. തൈകൾ നട്ട് 3 വർഷം കൊണ്ട് തന്നെ മികച്ച വിളവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഇനങ്ങളുടെ പ്രത്യേകത. തൈകൾ നടുന്ന സമയത്ത് വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും ചേർന്ന മിശ്രിതം അടിവളമായി ഇട്ട് കൊടുക്കണം. 1/2 കിലോ മുതൽ 1 കിലോ വരെ എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും ചേർന്ന മിശ്രിതം ഓരോ കുഴിയിലും ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. ബഡ് തൈകൾ വാങ്ങുമ്പോൾ ബഡ് ചെയ്ത ഭാഗത്തിന് താഴെയുള്ള ഇലകൾ നാം നുള്ളിക്കളയേണ്ട ആവശ്യമില്ല. ആ ഇലകൾ അങ്ങനെ നിർത്തുന്നതാണ് അഭികാമ്യം. കാരണം ബഡിന് മുകളിലുള്ള മുകുളങ്ങളുടെ വളർച്ചയ്ക്ക് ബഡിന് താഴെയുള്ള ആ ഇലകൾ നിലനിൽക്കുന്നത് അതിന് അല്പം ഉത്തേജകം കൊടുക്കുന്നതായിരിക്കും. തൈകൾ നട്ട് 1 മാസം കഴിയുമ്പോൾ തന്നെ പുതിയ തളിരുകൾ വരാൻ തുടങ്ങും. ഈ തളിരുകൾ വരുന്ന മുറയ്ക്ക് തന്നെ ഈ തളിരുകൾ കാർന്നു തിന്നുന്ന ഇലതീനി പുഴുക്കളും ഒപ്പം വരികയായി. തളിരിലകളെ വലകൾ പോലെ കൂട്ടിച്ചേർത്ത് വല കെട്ടി അതിനുള്ളിൽ നിന്ന് ഇലകളുടെ ഹരിതകം തിന്നു തീർക്കുകയാണ് ഇത്തരം പുഴുക്കൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ തേയില കൊതുകുകൾ ഈ ഇളം തണ്ടുകളെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. തുടർന്ന് അവിടെ കുമിൾ ബാധയും ഉണ്ടാകുകയും ആ തണ്ട് 1.5-2 ഇഞ്ച് താഴോട്ട് കരിഞ്ഞ് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കശുമാവ് കൃഷി ചെയ്യുന്ന ഓരോ കൃഷിക്കാരനും ശ്രദ്ധിക്കേണ്ട കാര്യം, തൈകൾ നട്ട് പുതിയ തളിരിലകൾ വരുമ്പോൾ അവിടെ കീടനാശിനിയും കുമിൾനാശിനിയും ചേർന്ന മിശ്രിതം തളിച്ചു കൊടുക്കണം. ഇതിലേക്കായി 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി എക്കാലക്സ് എന്ന കീടനാശിനിയും 3 ഗ്രാം സാഫ് എന്ന കുമിൾനാശിനിയും ചേർത്ത് നന്നായി ഇളക്കി സ്പ്രെയർ ഉപയോഗിച്ച് പുഴുക്കൾ കൂട്ടിക്കെട്ടിയ വലകൾക്കുള്ളിലേക്ക് മരുന്നുകൾ എത്തുന്ന രൂപത്തിൽ തന്നെ തളിച്ചു കൊടുക്കണം. 2 ആഴ്ച ഇടവിട്ട് ഇത്തരം തളിരിലകളിൽ നാം മരുന്ന് തളിച്ചു കൊടുക്കണം. നാം നട്ട മുഴുവൻ തൈകളും ഒരേ സമയം തന്നെ ഇത്തരത്തിൽ തളിരുകൾ വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഓരോ തൈകളും പ്രത്യേകം ശ്രദ്ധിച്ച് തളിരുകൾ വരുന്ന മുറയ്ക്ക് 2 ആഴ്ച ഇടവിട്ട് ഇത്തരത്തിൽ സസ്യസംരക്ഷണ മരുന്നുകൾ തളിച്ചു കൊടുക്കേണ്ടതാണ്. തൈകൾ നട്ട വർഷം വരുന്ന 2-3 സ്റ്റെപ്പുകൾ ഇത്തരത്തിൽ സംരക്ഷിക്കുകയും തുടർന്ന് വരുന്ന വർഷങ്ങളിലെ എല്ലാ തളിരുകളും അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും രോഗകീടബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്താൽ 3 വർഷം കഴിയുമ്പോൾ തന്നെ ഒരാൾ പൊക്കത്തിലേക്ക് ഈ കശുമാവ് തൈകൾ വളരുകയും അത് മികച്ച വിളവ് തരുന്ന ഒരു തോട്ടമായി മാറുകയും ചെയ്യും. കശുമാവ് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഓരോ കൃഷിക്കാരനും മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ടത്, രാസവള പ്രയോഗമോ ജൈവവള പ്രയോഗമോ ചെയ്യുന്നതിലല്ല, മറിച്ച് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടത് തളിരിലകൾ സംരക്ഷിച്ച് അതിനെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പല ആളുകളും നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ തൈകൾ നട്ടതിന് ശേഷം അതിന് വളർച്ചയില്ല, ആ തൈകൾ 3 വർഷമായിട്ടും വച്ചതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണം, ഓരോ തൈകൾക്കും വരുന്ന പുതിയ നാമ്പുകൾ കീടരോഗ ബാധ മൂലം നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൃഷിക്കാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കശുമാവ് തൈകളുടെ കൂമ്പിലകൾ, തളിരുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 3 വർഷക്കാലം ഓരോ തൈകളും ജാഗ്രതയോടുകൂടി സംരക്ഷിച്ച് നിർത്തിയാൽ 3 വർഷം കൊണ്ട് മനോഹരമായ ഒരു കശുമാവിൻ തോട്ടമായി
നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിളവ് ലഭിക്കുന്ന ഒരു തോട്ടമായി നിങ്ങളുടെ കശുമാവൻ തോട്ടത്തെ മാറ്റാൻ കഴിയും. ഗുഡ് ബൈ.